എൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 സെപ്റ്റംബർ മാസം 8-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 7-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെയും ഈ 6 ക്ലാസ്സുകളിലായിട്ട് ആമുഖ അധ്യായമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. അതിൽ യേശുക്രിസ്തുവിനെ തേജസ്സിൽ പത്മോസിൽ വെച്ച് യോഹന്നാൻ ദർശിക്കുന്ന ഭാഗത്തിൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള വർണ്ണനയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിൽക്കുന്ന ക്രിസ്തുവിനെ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന വർണ്ണനയാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അതിൻ്റെ അകത്ത് തലമുടിയെക്കുറിച്ചും അത് വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളവും വെണ്മയുള്ളതും കണ്ണ് അഗ്നിയാരിക്കത്തുള്ളതായിരുന്നെന്നും കാല് ചുട്ടുപൊഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും ശബ്ദം പെരുവെള്ളത്തിനരിച്ചിലായിരുന്നെന്നും വലങ്കയിൽ 7 നക്ഷത്രം അത് പിടിച്ചിരിക്കുന്നവനെന്നും വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തുള്ള വാൾ പുറപ്പെടുന്നവനെന്നും മുഖം സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പ്രകാശമുള്ളവനായിരുന്നു എന്നുള്ള 7 വർണ്ണനകളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചിന്തിപ്പാട്ടിടയാത്തത്. ക്രിസ്തുവിനെ ആകമാനമായി യോഹന്നാൻ തിരിഞ്ഞു നോക്കി കാണുമ്പോൾ കണ്ട കാര്യങ്ങൾ അതേപടി അവനത് പകർത്തി എഴുതുവാനിടയാത്തന്നു. അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവൻ്റെ മാംസനേത്രങ്ങൾ കൊണ്ട് യേശുവിനെ നോക്കിയപ്പോൾ അവനത് പണ്ടവൻ കണ്ടതാണ് യേശുവിനെ. എന്നാൽ ഇപ്പോൾ അവൻ കാണുന്നത് ആത്മവിഷയത്തിലാണ് യേശുവിനെ കാണുന്നത്. സാധാരണ ഒരു നഗ്നനേത്രങ്ങൾ കൊണ്ട് അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. എന്നാൽ അവനെ ആത്മവിഷയത്തിലായതുകൊണ്ടാണ് തേജസ്വിക്കപ്പെട്ട കർത്താവിനെ യോഹന്നാൻ അപ്പോസ്തലന് പത്മോസിൽ വെച്ച് കാണുവാൻ കൃപ ദൈവം കൊടുത്തത്. അതല്ലെങ്കിൽ അവന് കാണാൻ കഴിയത്തില്ല. അപ്പോൾ അവൻ ആത്മവിഷയത്തിലായിട്ടാണ് കർത്താവിനെ കാണുവാനിടയാത്തുന്നത്. അപ്പോൾ അവന് പ്രത്യേകം ഒരു അനുഭവത്തിലാണ് ക്രിസ്തു യേശുവിനെ അവന് വെളിപ്പെടുത്തി കൊടുത്തത് പത്മോസ് പിതാവാൻ ദൈവം. ക്രിസ്തുവിൽ കണ്ട കാര്യങ്ങളെ ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത് അവൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ രചനയിലൂടെ നമുക്ക് സഭകൾക്കത് കൈമാറപ്പെട്ട് കിട്ടുവാനിടയാത്തുന്നു. ഈ സന്ദേശം ഓരോന്നും വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കതിനെ വെളിപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ, നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ഒരു രൂപഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 17-ഉം 18-ഉം വാക്യങ്ങളാണ് ഇന്ന് നാം ഇപ്പോൾ ഈ രാത്രിയിലെ ചിന്തയിലേക്ക് പ്രഥമമായി വായിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടു എന്നുള്ളത് അവനോട് സാക്ഷീകരിച്ചിരിക്കുകയാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അന്ന് അത് അവന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ദൈവസഭയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്നത് യോഹന്നാന് പത്മോസിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്കും പ്രത്യക്ഷപ്പെടണമെന്നൊന്നും നമുക്ക് അത് ദൈവത്തോട് വാശി പിടിക്കാനോ അങ്ങനെ ചിന്തിക്കാനോ സാധ്യതയല്ല. ചിലർ പറയും ദൈവം ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്നാനപ്പെടാം അല്ലെങ്കിൽ വിശ്വാസം വരാമെന്നൊക്കെ പറയും. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുക, ദൈവങ്ങളോട് സംസാരിക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന എല്ലാവരുടെ അടുത്തും കർത്താവ് പോയി പ്രത്യക്ഷപ്പെടാറില്ല. ചിലപ്പം ചില കാര്യങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് ദൈവം പ്രത്യക്ഷമായി ചിലപ്പോൾ വെളിപ്പെട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കർത്താവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ടല്ല നാം അവനിൽ വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവം ആരാകുന്നു, യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ളത് നാം ദൈവജനത്തെ കേട്ടപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാതെ എന്നോട് കർത്താവ് നേരിട്ട് വന്ന് പറഞ്ഞ് ഞാൻ സ്ഥാനപ്പെട്ടതല്ല. ദൈവജനത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ ദൈവജനത്തിൽ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ഇടപെടലിൽ ഓരോ വിധത്തിലാണ്. അപ്പോൾ ഇവിടെ യോഹന്നാന് ലഭിച്ചതുപോലെ എനിക്കും യേശുവിനെ കാണണം എന്ന് നമ്മളവിടെ പറയേണ്ട. കാരണം അത് എഴുതാൻ വേണ്ടി വെളിപ്പെടുത്തുക. ഓരോരുത്തർക്കും വെളിപ്പെടുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് കർത്താവ് എല്ലാവർക്കും വന്ന യോഹന്നാന് വെളിപ്പെട്ടപ്പോൾ നമുക്ക് വെളിപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അന്നത് വെളിപ്പെടുത്തി കൊടുത്തത് അവനെ കണ്ടിട്ട് ഇത് വർണ്ണിച്ചെഴുതാൻ വേണ്ടിയാണ്. ഈ
ദർശനം അല്ലെങ്കിൽ കാഴ്ച, ഈ ആത്മവിവശതയിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കണ്ടുകൊണ്ടിടയാത്തുന്നത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഈ യേശുവിനെ തേജസ്കരിക്കയുടെ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവൻ വാസ്തവത്തിൽ ഇവൻ്റെ ജീവൻ പോയി. നമുക്കറിയാമല്ലോ, വലിയൊരു അതിശയകരമായ കാര്യം കാണുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ മരിച്ചവരെ പോലെ നമുക്കൊന്നും സെൻസ് ചെയ്യാൻ പറ്റാതായി പോകും. ഇവിടെ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നാണ് പറഞ്ഞത്. അവൻ്റെ കാൽക്കൽ വീണു. അവനെ ഇരിക്കുകയല്ല ചെയ്ത്, നിലമ്പാട് വീണു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം, ഈ അവൻ്റെ അഗ്നിയാലിക്കത്തുള്ള കണ്ണ്, അവൻ്റെ കാല്, തലമുടി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വാസ്തവത്തിൽ ഒരു അതിശയകരമായ കാര്യം കണ്ടിട്ട്, അതുവരെയും യേശുവിനെ കണ്ടെന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. ദൈവ തേജസ്സിൻ്റെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയാതായിട്ട് അവൻ മരിച്ചവനെ പോലെ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയും ചെയ്തത്. യോഹന്നാൻ അവിടെ പത്മോസിൽ ഭയപ്പെട്ടത് അവിടെ അസ്ഥികൾ കിടക്കുന്നതുകൊണ്ടോ തലയൊട്ടി കണ്ടതുകൊണ്ടോ മറ്റൊന്നുമല്ല അവൻ ഭയപ്പെട്ടു പോയത്. അവിടെ ഭയപ്പെട്ടത് ജീവനുള്ളതായിരിക്കുന്ന ക്രിസ്തുവിനെ തേജസ്സോടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവന് ആ പ്രകാശം അല്ലെങ്കിൽ ആ തേജസ് കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതായിപ്പോയി. അവൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീഴുവാൻ കഴിയാത്തത്. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ഇത് മരിച്ചവനെ പോലെ യേശുവിൻ്റെ കാൽക്കലാണ് വീണത്. ആരാണോ ജീവൻ തന്നവൻ, സ്നേഹിച്ചവൻ, അവൻ്റെ പാദപീഠത്തെങ്കിൽ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ വീണ് കിടക്കുകയാണ്. പക്ഷേ യോഹന്നാൻ പലപ്പോഴും ആഗ്രഹിച്ചു കാണും, ദൈവമേ, ഇത്രയും നാളായല്ലോ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ട്, അങ്ങനെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് യോഹന്നാൻ ആ പത്മോസിൽ ചിന്തിച്ച് കാണണം. അവൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചിന്തിച്ച് കാണും, ആരുമില്ല കർത്താവേ, അങ്ങെങ്കിലും എനിക്കൊന്ന് പ്രത്യക്ഷമായിരുന്നെങ്കിൽ, അങ്ങ് എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ അത് അനുഗ്രഹമായിരുന്നു എന്നൊക്കെ യോഹന്നാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏകാന്തതയിൽ പലപ്പോഴും നമ്മളും ചിന്തിക്കും, കർത്താവേ, എന്നോട് സംസാരിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ദൈവം എന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. ദൈവം അതുപോലെ യോഹന്നാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നവനെ അവിടെ കൊണ്ടുപോയത് യേശുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവൻ ആ കഷ്ടവും പ്രയാസവും ഒക്കെ അനുഭവിച്ചോടെ ഇരുന്നപ്പോൾ അവൻ ആരുടെ ശബ്ദം കേൾക്കുവാൻ അവിടെയില്ല, മനുഷ്യ ശബ്ദമൊന്നും കേൾക്കുവാനില്ല. എന്നാൽ കുഞ്ഞാടായവൻ്റെ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യം യോഹന്നാൻ ലഭിച്ചു. അവനത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വാസ്തവത്തിൽ ഭയപ്പെട്ട് അവൻ മരിച്ചവനെ പോലെ, എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവൻ അവന് നഷ്ടപ്പെട്ടതുപോലെ, എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവനായ വീഴുവാൻ കഴിയാത്തവൻ. അപ്പോൾ യേശു അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. പറയാണ്, ഞാൻ മരിച്ചവനെ പോലെ ഇങ്ങനെ വീണ് കിടന്നപ്പോൾ, മരിച്ചവനെ പോലെ, മരിച്ചെന്നല്ല, മരിച്ചു എന്നല്ല, മരിച്ചവനെ പോലെ, മരിച്ചുപോയെന്നല്ല, മരിച്ചവനെ പോലെ പറഞ്ഞാൽ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ താൻ വീണ് കിടക്കുമ്പോൾ അവിടെ യേശു അവൻ്റെ മേൽ വലം കൈ എൻ്റെ മേൽ വെച്ചു. പറയാണ്, എൻ്റെ മേൽ ഒരു വലം കൈ വന്നു. ഞാൻ കണ്ട വലം കൈ, 7 നക്ഷത്രങ്ങൾ കൈപിടിച്ചിരുന്ന ആ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഇവിടെ നമുക്കിത് കാണാൻ സാധിക്കുന്ന കർത്താവ് വലം കൈ വെച്ചതിൻ്റെ അർത്ഥം, യോഹന്നാൻ സഭയുടെ ദൂതനായിരുന്നു. സഭയ്ക്ക് ദൂതറിയിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നവനായിരുന്നു ഈ യോഹന്നാൻ. അവനാണിപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്നത്. ദൈവം അവൻ്റെ മേൽ കൈവച്ച് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. അപ്പോൾ വേദപുസ്തകത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന ഭാഗം യോഹന്നാനോട് പറയാം, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നീ സംഭ്രമിച്ചു പോകണ്ട. നീ എന്നെ കണ്ടത്, പല സന്ദർഭങ്ങളിൽ എന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് നിനക്ക് ജീവനില്ലാത്തവനായി ഇങ്ങനെ കിടക്കുന്നത് നിൻ്റെ അകത്തൊരു സംഭ്രമം കയറിയതുകൊണ്ട്. നമുക്കറിയാം, കർത്താവ് ജനിക്കുന്ന സമയത്ത് ആട്ടിടയന്മാർക്ക് തേജസ് ചുറ്റുമിന്നിയപ്പോൾ അവരോടും പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭയപ്പെടാന്ന് പറഞ്ഞാൽ ഒരു അപകട സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു അനർത്ഥ സ്ഥലത്തോ ചെല്ലുമ്പോൾ അവിടെ നീ അതിനെ കണ്ട് ഭയപ്പെടേണ്ട എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ തേജസ് വ്യാപരിക്കുന്ന സ്ഥലത്തും മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഭയപ്പെട്ടു പോകും. നമുക്കറിയാമല്ലോ, നമ്മളും അതിശയകരമായൊരു കാര്യം, നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന വ്യത്യസ്തമായൊരു കാര്യം കാണുമ്പോൾ നമ്മളത് ഭയപ്പെട്ടു പോകും. അത് ഒരുപക്ഷെ മറ്റുള്ള ഭയം പോലെ അല്ല. പലരും ഭയപ്പെടുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മറ്റു പല വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടാറുണ്ട്. ഭയം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, പല വിധത്തിലുള്ള ഭയമാണുള്ളത്. ഇവിടെ യോഹന്നാനോട് പറയാം, നീ ഭയപ്പെടേണ്ട, നിന്റെ അകത്ത് സംഭ്രമം പിടിച്ചിരിക്കുന്ന എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വലം കൈ അവൻ്റെ മേൽ വെച്ചു. അവനോട് പറഞ്ഞു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാനെ, നീ അന്ന് കണ്ടതല്ലേ കാൽവറിയിൽ എൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി ഒരു മാംസപിണ്ഡമായി തൂങ്ങിക്കിടന്ന എന്നെ നീ കണ്ടതാ. അവിടെ പറയാം, ഞാൻ അന്ന് മരിച്ചവനാ, നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ അത് ഞാൻ ക്രൂശിതനായി കിടക്കുമ്പോൾ അവസാന വാക്കുകൾ ഒഴിഞ്ഞതിൽ യോഹന്നാനോടും യേശു സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് അവൻ കണ്ട യേശു അവനെ അടിച്ച് വല്ലാതാക്കി. അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നത്തക്കവണ്ണം അവൻ്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ടുപോയി ഒരു മാംസപിണ്ഡമായി തീർന്നു. നമുക്കൊരു നമ്മുടെ ശരീരത്തിൻ്റെ അതിനെ കൈയും കാലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ നിലനിർത്തിയിരിക്കുന്നത് സ്കെൽറ്റനാണ്, അസ്ഥി കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, അസ്ഥി കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൈ വളഞ്ഞിരിക്കും, പിന്നെ ബാൻഡേജ് ഇട്ടൊക്കെ കിടക്കും. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ബന്ധമെല്ലാം, അസ്ഥികളുടെ ബന്ധമെല്ലാം ഊരിപ്പോയപ്പോൾ അവൻ്റെ വാസ്തവത്തിൽ ആലോചിച്ച് നോക്ക്, നമ്മുടെ കൈകാലുകളുടെ അസ്ഥികളെല്ലാം ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണത്? അതിന് ആകൃതിയല്ല എന്നാണ് പറയുന്നത്, പ്രകൃതി എന്നല്ല പറയുന്നത്. മനുഷ്യൻ്റെ പ്രകൃതിയുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതി സ്വഭാവത്തോടുള്ള ബന്ധത്തിലാണ് പറയുക. എന്നാൽ യേശുവിനെ കണ്ടാൽ, അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നിക്കത്തക്കവണ്ണം അവൻ്റെ ആകൃതി മാറിപ്പോയി. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ ശരീരം അത് താഴോട്ട് ഇരിക്കുവാനിടയായിരുന്നു. ബന്ധങ്ങൾ വിട്ടുപോയ, ക്രൂശിൽ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയ യേശുവിനെ യോഹന്നാൻ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അവൻ യേശുവിനെ കാണുന്നത്, അതിനുശേഷം അവൻ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു, സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന കർത്താവിനെ കണ്ടു. എങ്കിലും ഇവൻ ഇതെല്ലാം കണ്ട് ഓർമ്മയുള്ളത് കൊണ്ടെല്ലാം ചിന്ത അവൻ്റെ മനസ്സിൽ വന്നത് കൊണ്ടാണ് ഇവൻ വിചാരിക്കുക, ഇപ്പോൾ ഇത്രമാത്രം അതിതേജസ്സുള്ള ദൈവത്തെ അവൻ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വാസ്തവത്തിൽ സംഭവം പിടിച്ചവനായി മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ കിടന്നപ്പോൾ യേശു പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാ. നീ എൻ്റെ ആരംഭവും അവസാനവും കണ്ടു. സുവിശേഷത്തിന് ആരംഭം നീ ഉണ്ടായിരുന്നു. സുവിശേഷത്തിൻ്റെ യേശു ദൈവരായത്തിൻ്റെ സുവിശേഷം സംസാരിച്ചുകൊണ്ട് അവൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നീ ഉണ്ടായിരുന്നു. ഞാൻ ആ ശുശ്രൂഷ തികച്ചപ്പോൾ അവിടെ നീ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യനും അന്ത്യനും ജീവനുള്ളവനെന്ന് പറയുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലും നിരവധി സ്ഥലങ്ങളിൽ ഇത് ദർശിക്കാൻ കഴിയും. പഴയ നിയമത്തിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. അതിൻ്റെ അർത്ഥം, പഴയ നിയമത്തിൽ യേശു മരിച്ചിരുന്നില്ല. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നതാണ് പഴയ നിയമത്തിൽ ഉടനീളം പ്രവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ, അവിടെ ഒരു വാക്ക് അവിടെ കൂട്ടിച്ചേർത്ത് പരിശുദ്ധാത്മാവ്, അത് ജീവനുള്ളത്. യേശു തന്നെ പറഞ്ഞു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. യേശയ്യാവിൻ്റെ 48-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. പറഞ്ഞു, ഏത് വിഷയത്തിൻ്റെ ആരംഭവും അവസാനവും ഞാൻ തന്നെയാണ്. യേശയ്യാവിൻ്റെ
5-ാം 6-ാം വാക്യത്തിൽ പറഞ്ഞു, സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലും ഉള്ളവൻ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ദൈവം അത് മാറ്റമില്ലാത്തവനാണ്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്, നിത്യനായ ദൈവം മാറ്റങ്ങൾക്ക് അതീതനാണ്. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എന്ന് പറഞ്ഞാൽ നിഴൽ മാറുന്ന പോലെ മാറുന്നതാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ നിഴൽ മാറും. എന്നാൽ ദൈവത്തിനങ്ങനെ സൂര്യൻ്റെയും ഒക്കെ മാറ്റമനുസരിച്ച് നിഴൽ മാറുന്ന പോലെ മാറത്തില്ല. ദൈവം അവൻ നിത്യനാണ്, മാറ്റമില്ലാത്തവനാണ്, അൺചേഞ്ചിങ് ആണ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളത് മാറ്റമില്ലാത്തവനാണ്. അപ്പോൾ നമുക്കറിയാം നമുക്കെന്താ മാറ്റം വന്നത്. രാവിലെ സൂര്യൻ ഉദിച്ചു, വൈകുന്നേരമായപ്പോൾ നമുക്കെന്താ മാറ്റം വന്നത്. നമുക്ക് ഒരുപാട് മാറ്റം വന്നു, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ തലേന്ന് കുറേ മുടികൾ പോയി, നമ്മുടെ ആയുസിൻ്റെ ഒരു മണിക്കൂറുകൾ അത് ലോകത്തിൽ ജീവിക്കാനുള്ളത് കുറഞ്ഞുപോയി. അങ്ങനെ നമുക്ക് സൂര്യ ഉദയത്തിങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഈ സെപ്റ്റംബർ മാസം 2025 നമ്മൾ 8-ാം തീയതി ചിന്തിക്കുമ്പോൾ, ഇത് രാവിലെ 6:10 6:30 ഇടയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ഞാനും നിങ്ങളും സന്ധ്യ അസ്തമനത്തിലേക്ക് വരുമ്പോൾ 6:15 വൈകുന്നേരം ആയപ്പോൾ മാറ്റം നമ്മളുണ്ടായിട്ടുണ്ട്. നമുക്കത് മനസ്സിലാകുന്നില്ല. എല്ലാ സൃഷ്ടികൾക്കും എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് നിത്യനായതുകൊണ്ട്, സൃഷ്ടിയല്ലാത്തതുകൊണ്ട് മാറ്റമില്ല. അതുകൊണ്ടാണ് ദൈവവും സൃഷ്ടിയും സൃഷ്ടിതാവും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഏത് ആയുസ്സുള്ള എല്ലാറ്റിനും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കണ്ട തെങ്ങോ പ്ലാവോ തേക്കോ മരമോ എന്തുമാകട്ടെ, ഈ ലോകത്തിൽ കാണുന്ന എല്ലാറ്റിനും അതിൻ്റെ ആയുസ് ഓരോ സെക്കൻഡ് ചിലതോർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സൂര്യോദയം ഉദിച്ചു, അത് അസ്തമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പകൽ കഴിയുമ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചു, കുറഞ്ഞു. നമ്മൾ പറയും വളരുക എന്ന് പറയും, വയസ്സ് വർദ്ധിച്ചെന്ന് പറയും. പക്ഷേ വയസ്സ് വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് കാണുന്നത് ഇവിടുന്നത് ഇല്ലാതായിത്തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് കർത്താവ്, സൂര്യോദയത്തിൽ ഞാൻ എങ്ങനെയുള്ളവനാണോ അസ്തമനത്തെങ്കിലും അങ്ങനെയുള്ളവനാണ്. ഇന്ന് രാത്രി വ്യത്യാസം മനസ്സിലാൻ വിചാരിക്കുന്നു. ദൈവത്തിന് മാറ്റമില്ല, അൺചേഞ്ചിങ് ആണ്. അവൻ്റെ ആയുസ്സിന് മാറ്റമില്ലാത്തതാണ്, എന്നേക്കുമുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനുള്ള ബന്ധത്തിലൂടെ വന്നപ്പോൾ, മനുഷ്യനായി വന്നപ്പോൾ, അവൻ സാക്ഷാൽ ദൈവവും മനുഷ്യമായതുകൊണ്ട് അവൻ ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്. മനുഷ്യനായ ക്രിസ്തു മരിച്ചു, അവൻ്റെ ശരീരത്തിൽ അവൻ ജഡമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ജഡമരണത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും നമുക്കുണ്ടാകുന്ന പോലെ മാറ്റം ക്രിസ്തുവിനുണ്ടായില്ല. എന്താണെന്നറിയാമോ? മറ്റുള്ള എല്ലാ സൃഷ്ടികളും ജഡത്തിൽ മരിക്കുമ്പോൾ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, അന്ന് മരിക്കുന്നതിന് മുമ്പും, അന്ന് ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ആ സൂര്യ ഉദയിക്കുന്ന അന്നും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോഴും അവൻ്റെ ജീവൻ രക്തം ഒഴുകി, അത് ജീവൻ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ആത്മാവ് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മാറ്റം അവൻ്റെ ശരീരത്തിൽ മാറി. എന്നാൽ അവൻ്റെ ശരീരത്തിന് ജീവൻ നഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. അതൊരിക്കലും ദ്രവത്വത്തിലേക്ക് പോയില്ല, മാറ്റമുണ്ടായില്ല. യേശുവിൽ മാറ്റമില്ലായിരുന്നു, ക്രിസ്തുവിൽ മാറ്റമുണ്ടായില്ല. എന്നാൽ ഞാനും നിങ്ങളും ലോകത്തിൽ ജീവിച്ച് കണ്ണടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദ്രവിക്കാൻ തുടങ്ങും, അഴുകാൻ തുടങ്ങും. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് മാറ്റമുണ്ടായില്ല, അൺചേഞ്ചിങ് ആയിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നവൻ സാക്ഷാൽ ദൈവമെന്ന് ഈ ഒരൊറ്റ വിഷയം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. എന്താണ്? അവൻ്റെ ശരീരത്തിന് മാറ്റമില്ല, വചനമായിരുന്നു, മാറ്റമില്ലാത്തായിരുന്നു, സ്ഥിരതയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവർ യഹൂദ പാരമ്പര്യപ്രകാരം അതിനെ കെട്ടി അവിടെ കൊണ്ടു വയ്ക്കുമ്പോൾ കെട്ടുകളെല്ലാം അഴിഞ്ഞ് യേശു എന്ത് ചെയ്തു? വെളിയിൽ വന്നപ്പോൾ അവൻ എങ്ങനെയാണോ അവനെ വെച്ചത് അതുപോലെ എന്ത് ചെയ്തു? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽക്കുവാൻ തോന്നുന്നു. അവൻ്റെ അസ്ഥികൾക്ക് ബന്ധം നഷ്ടപ്പെട്ടവനായിട്ടാണ് വെച്ചെങ്കിൽ അതെന്ത് ചെയ്തു? അത് റീഫോം ചെയ്തു. യേശു എന്ത് ചെയ്തു? പുനരുത്ഥാനിക്കുവാൻ ഇടയാത്തുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ജീവൻ മാറ്റം സംഭവിച്ചു. അവൻ്റെ അസ്ഥികളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതല്ലാതെ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ദ്രവിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ക്രിസ്തു മാറ്റമില്ലാത്തവനെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ അവൻ ആദ്യനായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ആദ്യനും
അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് സകലത്തിൻ്റെയും കാരണഭൂതനായിട്ടുള്ളവൻ, എല്ലാറ്റിനെയും പിൻബലവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരുടെ ബന്ധത്തിൽ മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനത്തിൽ ആദ്യനായി പുതിയ സൃഷ്ടിയിൽ ആദിജാതന്മാരിൽ ഒന്നാമനായി തീരുവാൻ യേശുക്രിസ്തു അവൻ മരിക്കണമായിരുന്നു. അവനാണ് ആദ്യനായി തീർന്നത്. അവൻ അന്ത്യനാകുന്ന പറഞ്ഞത് ആദിജാതന്മാരുടെ സഭയെ എണ്ണത്തെ പൂർത്തീകരിക്കുമ്പോൾ യേശുക്രിസ്തു അത് പൂർത്തീകരിക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരമല്ലാതെ, ക്രിസ്തുവിനോട് ചേരുവാനല്ലാതെ പൂർത്തീകരണമില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അതാ പറഞ്ഞു, ഞാൻ ജീവനുള്ളവനാ, എന്നേക്കും ജീവനുള്ളവൻ. ജഡത്തിൽ മരണം സംഭവിച്ചെങ്കിൽ അവൻ്റെ ജീവൻ അത് മറ്റൊരു സ്ഥലത്തേക്കല്ല പോയത്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പോയത്. അതിന് മാറ്റം സംഭവിച്ചില്ല. അപ്പോൾ അവൻ്റെ ആത്മാവിന് മാറ്റം സംഭവിച്ചില്ല, അവൻ്റെ ജീവന് മാറ്റം സംഭവിച്ചില്ല, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് മാറ്റം സംഭവിച്ചില്ല. അതുകൊണ്ടാണ് അവൻ്റെ ആകൃതി മാത്രമേ മാറിയുള്ളൂ, അവൻ്റെ പ്രകൃതി മാറിയില്ല. അതുകൊണ്ടാണ് യെശയ്യാവ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതി ദൈവം അറിയുന്ന പറഞ്ഞത്, നമ്മുടെയൊക്കെ പ്രകൃതിയാണ്. അപ്പം വചനം എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് ഓരോ വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ആഴം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രകൃതി കണ്ടിട്ടെന്നല്ല പറഞ്ഞത്. പറഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്ന സ്വഭാവം, നേച്ചർ ഒക്കെ വരുന്നത്. അപ്പോൾ എന്നാൽ അവൻ്റെ ആകൃതി വിരൂപമായി തീർന്നു. എന്നാൽ അവൻ്റെ ആകൃതിയെ മാറിയുള്ളൂ, അത് അല്ലാതെ മാറ്റം സംഭവിച്ചില്ല. അവൻ വിരൂപമായി തീർന്നെങ്കിൽ തേജസ്സുള്ളവനായി അവൻ ഇപ്പോൾ വെളിപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുകയാണ്. ഞാൻ അന്ന് മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാണ്? ഞാൻ ജീവനുള്ളവനാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നത് പുതിയ നിയമത്തിൽ ചേർത്തെഴുതാൻ കാരണമായി തീർന്നത് 2000 വർഷം മുമ്പ് ആദ്യനായി തീരുവാൻ വേണ്ടി, യേശു മരിച്ചു എന്നുള്ള പുനരുത്ഥാനത്തെ ആദ്യനായി തീരുവാൻ വേണ്ടി അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആദ്യ ഫലമായി ആദിജാതനായി സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അവൻ മുഖാന്തരമായി എല്ലാം പൂർത്തീകരിക്കേണ്ട സമയത്ത് അവൻ അന്ത്യനാകും. ദൈവസഭയുടെ എണ്ണം പൂർത്തീകരിക്കുന്നതിലും ക്രിസ്തു അന്ത്യനാകും. അതിനു വേണ്ടിയാണ് അവൻ മരിച്ചതെന്നാൽ ഇപ്പോൾ യേശു പറയും, ഞാൻ ജീവനുള്ളവനാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവനുള്ളവനായിരുന്നു. പക്ഷേ ഞാൻ മരിച്ചെങ്കിലും എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല കുഞ്ഞെ എന്നാണ് ഇവിടെ യോഹന്നാനോട് പറഞ്ഞത്. എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല, ഞാൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് എന്ന് ഈ രാത്രിയിൽ ചിന്തിക്കുമ്പോൾ ദൈവമായിരിക്കുന്ന ക്രിസ്തുവിന് മാറ്റം സംഭവിച്ചില്ല. അവൻ്റെ ശരീരത്തിന് മാറ്റം സംഭവിച്ചില്ല. അവൻ്റെ ആകൃതി മാത്രമേ മാറിയുള്ളൂ, അവൻ്റെ ഷേപ്പ് മാത്രമേ മാറിയുള്ളൂ. എന്നാൽ അത് അവൻ റീഗെയിൻ ചെയ്തു. നമുക്ക് വേണ്ടിയാണ് അവൻ്റെ ആകൃതി മാറുവാനിടയാക്കുന്നത്. നമ്മെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റുവാൻ, തേജസ്സിൻ്റെ പുത്രന്മാരാക്കി മാറ്റുവാൻ വേണ്ടിയാണ് തേജസ്സില്ലാത്തവനായ ക്രിസ്തു അവൻ്റെ ആകൃതി, അവൻ്റെ ഷേപ്പ് മാറിപ്പോയത്. അവൻ നമുക്ക് വേണ്ടി നമ്മളെ ആകൃതിയുള്ളവരാക്കി തീർക്കുവാൻ, ദൈവത്തോട് സദൃശ്യപ്പെടുത്തുവാൻ വേണ്ടി ആണ് യേശുക്രിസ്തു കഷ്ടം സഹിച്ചെന്നുള്ളതും ഇപ്പോൾ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്, ഇത് വെറുതെയല്ല ഞാൻ മരിച്ചത്, വെറുതെ വന്ന് മരിക്കുകയല്ല ചെയ്തത്, നിങ്ങളെ എന്നെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടി. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആയതുപോലെ നിങ്ങളെയും ജീവനുള്ളവരാക്കി തീർക്കാൻ വേണ്ടി, എന്നെ പോലെ ആക്കി തീർക്കാൻ വേണ്ടി, അവനോട് സദൃശരാക്കി തീർക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു. ഇതേക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടന്നവൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പറഞ്ഞു, ഞാൻ അല്പസമയത്തേക്ക് ജഡമരണം ഏറ്റെടുത്തത് എന്തിനാണെന്ന് നിനക്കറിയാം. അത് അല്പസമയത്തേക്ക് മാത്രം, എന്നാൽ ഇപ്പോൾ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഒരിക്കലായിട്ടാണ് യേശു മരിച്ചത്. അതുകൊണ്ടാണ് അവൻ ഏകയാഗം കഴിച്ച് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത്. അല്ലെ, ലോകസ്ഥാപനം മുതൽ പല പ്രാവശ്യം കർത്താവ് കഷ്ടം സഹിക്കേണ്ടി വരണമായിരുന്നു. അതുകൊണ്ടാണ് മോശ ആ പാറയ്ക്കെട്ടടിച്ചപ്പോൾ അവിടെ ദൈവത്തിനത് സഹിക്കാൻ കഴിയാതെ അവനോട് ദൈവം കോപിപ്പാനിടയാത്തുള്ളത്. അടിക്കപ്പെടുവാൻ നമ്മുടെ കൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒറ്റ പ്രാവശ്യം അടിക്കപ്പെടാൻ പാടുള്ളൂ. 2 പ്രാവശ്യം അടിച്ചതാണ് മോശ ചെയ്ത അവിവേകം. അത് മുഖാന്തരമാണ് അവന് കനാൻ പ്രവേശിക്കാൻ കഴിയാതെ പോയത്. കാരണം വചനത്തിൻ്റെ എല്ലാത്തിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്, അതിന് മാറ്റം ഇല്ലാത്തതാണ്. 2 പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ 2 പ്രാവശ്യം അടിക്കപ്പെടത്തില്ല കർത്താവ്. ഒറ്റ പ്രാവശ്യമേ അവൻ അടിക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെടുവാൻ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തുള്ളൂ. നമ്മൾക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി ഒരിക്കൽ മാത്രമാണ് യേശു മരിച്ച് അവൻ
അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റവൻ്റെ കർത്താവ് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇവിടെ ഇത് പറയുമ്പോൾ എന്താണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുള്ളത്? നമുക്കറിയാം, മത്തായി സുവിശേഷം 16 അധ്യായത്തിൽ 19 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 4 താക്കോലുകളെക്കുറിച്ച് ഈ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള താക്കോലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഗാധകൂപത്തിൽ താക്കോൽ പിടിച്ചുകൊണ്ട് ഒരുവൻ വരുന്ന മനുഷ്യൻ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. താക്കോലിനെ മൊത്തം എടുത്ത് പഠിക്കുകയല്ല, അഗാധകൂപത്തിൽ താക്കോലുമായിട്ടുള്ളതൊന്നും വരുന്നുണ്ട്, അതിനെക്കുറിച്ചല്ല പറയുക. എന്നാൽ യേശു ക്രിസ്തു സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, സഭയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ഒരു കർത്താവ് പറഞ്ഞു, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. എന്നിട്ട് ഈ 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, ഫിലദെൽഫിയ സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, ദാവീദിൻ്റെ താക്കോലുള്ളവൻ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കയ്യിലുള്ള താക്കോലുകൾ, ദൈവസഭയ്ക്ക് തന്ന താക്കോൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടത്. അറിയാം, നിങ്ങൾക്ക് പലർക്കും ഇതേക്കുറിച്ച് അറിയാം, എനിക്കറിയാം, ദൈവസഭയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനിയല്ലല്ലോ. അപ്പോൾ യേശു ദൈവരാജ്യം സ്ഥാപിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതുപോലെ തന്നെ കർത്താവ് ദൈവസഭയുള്ള ബന്ധത്തിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെയും പലർക്കും അതിൻ്റെ കോടിക്കണക്കിന് ആൾക്കാർക്ക് കർത്താവ് പറഞ്ഞ മർമ്മം മനസ്സിലാകാത്തതുകൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ യേശു സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. മത്തായി സുവിശേഷം 16-18 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നൽകുന്നത്. അപ്പോൾ നീ ഭൂമി കിട്ടും നോക്കിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ. ഇത് തന്നെയാണ് കർത്താവ് ഉയർക്കപ്പെട്ട ശേഷമായി ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാരോട് അവൻ ഉയർക്കപ്പെട്ട ശേഷം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, യേശു അടുത്ത സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവസഭയ്ക്ക് സുവിശേഷം മുഖാന്തരമായി തന്നിരിക്കുന്ന അധികാരം അല്ലെങ്കിൽ അവകാശം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ സ്വർഗവും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിലാണുള്ളത്. എന്നാൽ ഒരിക്കലും മരണമാകുന്ന നരകം, പാതാളം എന്നിവയായിട്ടുള്ള ബന്ധത്തിൽ ദൈവസഭയെ സുവിശേഷത്തെ ബന്ധിപ്പിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, മരണത്തിൻ്റെ പാതാള താക്കോൽ എൻ്റെ കൈവശമുണ്ട്, ദൈവരാജ്യത്തിൻ്റെ അഥവാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു, യോഹന്നാനോടൊക്കെ പറഞ്ഞതാണ്, അപ്പോസ്തലന്മാർ ഒരുമിച്ച് നമ്മൾ പറഞ്ഞതാണ്, പത്രോസിനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ തെറ്റ് പറ്റിയിരിക്കുന്നത്, പലർക്കും തെറ്റിപ്പോയിരിക്കുന്നത്, ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, പത്രോസിനോട് പറഞ്ഞത്, യോഹന്നാൻ ശിമോനെ എന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ സഭയെ പണിയെന്നൊക്കെ പറഞ്ഞ്, ഞാൻ ഈ പാറമ എൻ്റെ സഭയെ പണിയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നത് വിചാരിക്കുന്നതുകൊണ്ട് പത്രോസിൽ മാത്രമാണ് ദൈവസഭ പണിയപ്പെട്ടതെന്നും, അതുകൊണ്ടാണ് പത്രോസിന് പ്രത്യേക അധികാരം കൊടുത്ത് അവനിലാണ് ദൈവസഭ, അവനിലാണ് താക്കോലിരിക്കുന്നത്. അവൻ ആ താക്കോലിനെ കാണിക്കുന്നതിൻ്റെ അർത്ഥം ഉടമസ്ഥാവകാശത്തെ അധികാരത്തെയുമാണ് താക്കോൽ. താക്കോൽ തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് താക്കോൽ. അതിനെ താക്കോൽ കയ്യിൽ പിടിച്ചതിൻ്റെ അർത്ഥം ഉടമസ്ഥാവകാശ അധികാരത്തെ വെളിപ്പെടുത്തും. നിങ്ങൾ എവിടെയെങ്കിലും വീട് കൂട്ടിയിട്ട് പോകുമ്പോൾ തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്ന സാധനമാണ് കാണിക്കുന്നത്. ആ വീടിൻ്റെ ഉടമസ്ഥാവകാശമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അത് തുറക്കാനും അതാണ് താക്കോലോട് ഉപയോഗിക്കുന്നത്. കീ, നമ്മുടെ കയ്യിലൊക്കെ കാറിൻ്റെ താക്കോൽ കാണും, വീടിൻ്റെ താക്കോൽ കാണും, പലതിൻ്റെ താക്കോൽ കൈവശമുണ്ടല്ലോ, അല്ലേ? അലമാരയുടെയൊക്കെ താക്കോൽ കാണും. അതിന് കാരണം എന്താ? അതിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങളാണ്. അത് തുറക്കാനും അടയ്ക്കാനും അധികാരമുണ്ട്.
അപ്പോൾ ഇതാണ് താക്കോലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തുറക്കാൻ അടയ്ക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം. പത്രോസിനോടാണ് ആദ്യം പറഞ്ഞത്, സ്വർഗ്ഗ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമി കെട്ടുന്നൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഇത് ഒരൊറ്റ വാക്യം മാത്രം പഠിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പത്രോസിലാണ് ദൈവം താക്കോൽ കൊടുത്തത്, അവനെയാണ് അധികാരസ്ഥനാക്കി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ ഒരൊറ്റ വചനം മാത്രം വായിച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തരുത്. അതിന് തുറന്നു വായിക്കണം. തുറന്നു വായിക്കുമ്പോഴാണത് നമുക്ക് മനസ്സിലാകുന്നത് പത്രോസിൽ മാത്രമല്ല ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നത്. ശിക്ഷഗണങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്തിൽ ആരെല്ലാം സുവിശേഷത്താൽ ജനിക്കപ്പെടുമോ അവരെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരമാണ് ഈ പറയുന്ന അധികാരം. അതിൻ്റെ മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ പത്രോസിനോട് മാത്രമാണ് ആദ്യം പറഞ്ഞെങ്കിൽ ഈ പത്രോസിൽ മാത്രമല്ല, അത് എല്ലാവരിലുമാണ് എന്നുള്ളത്, അഥവാ ശിക്ഷഗണങ്ങൾക്കുള്ളതാണെന്നുള്ള ബഹുവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാർ എന്ന് പറഞ്ഞാൽ മറ്റിതര വിശ്വാസഗോളത്തിലുള്ളവർ ഇപ്പോഴും വിചാരിക്കുന്നത് പത്രോസിനാണ് അധികാരം, പത്രോസിൻ്റെ സിംഹാസനം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ ഇവിടെ ബഹുവചനത്തിൽ കർത്താവ് മത്തായി സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് അതിനെ ബഹുവചനത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? അവനോട് പറഞ്ഞു, അതേ കാര്യം തന്നെയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമാണ് ഞങ്ങൾ പറയുന്നു. അപ്പോൾ പത്രോസിൽ മാത്രമല്ല. അതുകൊണ്ടാണ് സഭയുടെ സ്ഥാപനത്തിൽ ഞാൻ സഭയെ പണിയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് സംസാരിച്ചു. അവനെ അന്നേരം അവിടെ ആരും സിംഹാസനത്തിരുത്തി ഉയർത്തി അവനെ സ്ഥാനാരോഹണം നടത്തിയൊന്നുമില്ല. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ സ്ഥാപന സമയത്ത് അവിടെ പ്രത്യേക വസ്ത്രം ധരിച്ച് പത്രോസിനെ കൊണ്ടിരിക്കുകയോ കയ്യിൽ എന്തെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ അവനെ കസാരയിൽ ഉയർത്തി പൊക്കുകയോ ഒന്നും ചെയ്യാൻ അവന് പ്രത്യേക കസാരയൊന്നും ഇല്ലായിരുന്നു. അവിടെ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് 11 പേരോട് കൂടി നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ യൂദ നഷ്ടപ്പെട്ടു പോയ അതിന് പകരമായി മത്യാസിനെ കൂടി അവിടെ എടുത്ത ശേഷമായി 11 പേരോട് കൂടി നിന്ന് 12 പേരാണ് ഒരുമിച്ചാണ് ഈ പറയുന്ന സംസാരിപ്പാട്ടടിയാത്തത്. അവിടെയാണ് വചനം പറഞ്ഞിരിക്കുക. അല്ലാതെ പത്രോസ് സിംഹാസനത്തിരുന്നുകൊണ്ട് അരുളി ചെയ്യുകയല്ല ചെയ്തത്. അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. പ്രത്യേക ഒരു സിംഹാസനമില്ലായിരുന്നു, പ്രത്യേക ഒരു വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ടാണ് സത്യ ദൈവസഭ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വസ്ത്രങ്ങളോ സ്ഥാന മൂല്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്നത്. നമുക്ക് പിന്തുടർച്ച അവകാശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കൊരിക്കലും പിന്തുടർച്ച അവകാശങ്ങളില്ല. അപ്പം ഇന്ന ഭാഷയ്ക്ക് ഇന്ന ഡ്രസ്സ് അങ്ങനെയുള്ളതൊന്നുമില്ല. വിശ്വാസിയാണെങ്കിലും ശുശ്രൂഷയുള്ളവരാണെങ്കിലും അവർക്കെല്ലാം ഒരേ ഡ്രസ്സ് ധരിക്കാം. അതിനൊരു വേർതിരിവില്ല. ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ഈ വസ്ത്രം ഇങ്ങനെ പ്രത്യേക ഒരു വസ്ത്രമോ വസ്ത്രധാരണമോ ഒന്നുമില്ല, അതാർക്കും ഉപയോഗിക്കാമെന്നാണ് അത്. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ ഡ്രസ് കോഡുള്ളപ്പോൾ ദൈവസഭയ്ക്ക് പ്രത്യേക ഡ്രസ് കോഡില്ല. അതിൻ്റെ കാരണം അപ്പോൾ ഇന്ന ആൾക്ക് ഇന്ന വസ്ത്രം എന്ന് പറഞ്ഞ് മാറ്റി വച്ചിട്ടില്ല. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മുഖാപുരോഹിതൻ്റെ വസ്ത്രമല്ല പുരോഹിതന്മാർക്കുണ്ടായിരുന്നത്, ലേവ്യർക്കുണ്ടായിരുന്ന വ്യത്യസ്തമായിരുന്നു. മറ്റുള്ളവർക്ക് അത് വസ്ത്രം ധരിക്കാനേ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ലേവ്യരും പുരോഹിതന്മാരും മഹാപുരോഹിതനും തമ്മിൽ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ വസ്ത്രധാരണത്തിൽ വ്യത്യസ്തതയില്ല. കാരണം നമ്മളിവിടെ അഴിഞ്ഞു പോകുന്ന ഒരു പ്രമാണത്തിലല്ല ഇരിക്കുന്നത്. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് ആ പ്രമാണത്തിൽ ഇങ്ങനെയുള്ള സ്ഥാനമാന ചിഹ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തിയുള്ളപ്പോൾ പത്രോസിൽ അല്ല ദൈവസഭ സ്ഥാപിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ക്രിസ്തുവാകുന്ന പാറ, അടിക്കപ്പാറ ക്രിസ്തുവാണെന്നും അത് നാം പിന്തുടർന്ന് പാറ ക്രിസ്തുവാണെന്ന് കൊരിന്ത്യർക്ക് പറഞ്ഞു. അപ്പോൾ പാറ ക്രിസ്തുവാണ്, പാറക്കഷ്ണമാണ് പത്രോസ്. പത്രോസിനോട് പറഞ്ഞു, ജീവനുള്ള കല്ലായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കൽ ആദ്യമായി ഇവനെ ഒന്നാമനാക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ വന്ന് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ആദ്യമായി ഞാൻ പാപിയായ മനുഷ്യനാകുന്നുവെന്ന് തുറന്ന് സംസാരിച്ച് എന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞത് പത്രോസ്. സാധാരണ ഒരു അത്ഭുത അടയാളമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടെ നടക്കാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷേ പത്രോസ് ഭയപ്പെട്ടു പോയി. യേശുവിൻ്റെ
ആ പ്രവൃത്തി അവൻ്റെ പടകിൽ മീൻ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ നേരം വെളുത്ത ശേഷം അവൻ മീൻ പിടിച്ച് പടക് നിറയുന്ന രീതിയിൽ മീൻ കെട്ടിപ്പിട്ട് കഴിഞ്ഞപ്പോൾ പേടിച്ചു പോയി. എന്ന് പറയും, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അത്ഭുതം കാണിക്കുന്ന കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. ഈ യേശുവിനെ കണ്ടപ്പോൾ അവൻ മനസ്സിലായി സാധാരണക്കാരനല്ല, എനിക്കിനോട് നിൽക്കാൻ യോഗ്യതയില്ലെന്ന് പറയാണ്, ഞാൻ പാപിയായ മനുഷ്യനാണ്. ആദ്യമായി പാപികളെ രക്ഷിപ്പാൻ വന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട്, പാപികളെ രക്ഷിപ്പാൻ വന്ന യേശുവിനോട് പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചത് പത്രോസ് ആയതുകൊണ്ടാണ് അവനെ ഒന്നാമനാക്കിയത്. അതാണ് അവനെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുവനാക്കിയത്. അതാണ് അവനെ ഒന്നാമതാക്കുവാൻ ഇടയാക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അപ്പോൾ ആ സ്ഥാനം പത്രോസ് ലഭിച്ചു. മറ്റാരുമല്ല യേശുവിൻ്റെ അടുക്കൽ വന്ന് പാപിയാണെന്ന് പറഞ്ഞത്. ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ്, ഞാൻ നിന്നെ വിട്ടുപോകാനല്ല നിന്നെ വിളിച്ചത്, നിന്റെ പടകിൽ വന്നത് നീ എന്നോടുകൂടെ എന്ന് നിൽക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി നമുക്ക് പറയാൻ, കർത്താവേ, ഇത്ര വലിയ ദൈവത്തോട് ചേരുവാൻ, ഇത്ര ദൈവത്തെ എൻ്റെ മണവാളനായി സ്വീകരിപ്പാൻ, അങ്ങോട്ട് ചേരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല കർത്താവ്. രാത്രി നമ്മൾ പത്രോസിനെ പോലെ സമ്മതിക്കണം. നമുക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഒരു യോഗ്യതയുമില്ല. പത്രോസ് പറയും, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, ഞാൻ പാപിയായ മനുഷ്യനാണ്, എനിക്കൊന്നും ക്ലെയിം ചെയ്യാനില്ല, എനിക്കൊന്നും പ്രശംസിപ്പാനില്ല, നിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീ എന്നെ വിട്ടുപോകണം എന്ന് പറയുവാൻ കഴിയാത്തതെന്ന്. അത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടുപോകുവാനല്ല, എന്നോട് ജീവനുള്ള കല്ലാക്കി എന്നോട് ചേർത്ത് പണിയാനുള്ള ജീവനുള്ള കല്ലാക്കി നിന്നെ ഒന്നാമത്തെ കല്ലിൻ്റെ കഷ്ണമാക്കി നിന്നെ മാറ്റിയിരിക്കുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത്. ഇന്ന് രാത്രിയിലും ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ കർത്താവ് അവനോട് ചേർത്ത് പണിയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. രാത്രി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല, എന്നാൽ നീ ഞങ്ങൾ കർത്താവ് പലപ്പോഴും ഞങ്ങൾക്ക് നിന്നോട് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളെ ചേർത്ത് പണിത് അങ്ങയുടെ മക്കളാക്കി സ്ഥിരതയോടെ നിത്യതയിൽ അങ്ങയോട് കൂടെ കാണപ്പെടുവാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഞങ്ങളുടെ പടകിൽ വന്നിരിക്കുന്ന ക്രിസ്തുവിന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പത്രോസ് അതാണ് ഒന്നാമനായി പ്രഥമ ശിഷ്യനാക്കി മാറ്റിയതിന് കാരണം അതാണ്. പത്രോസ് മാത്രമല്ല എന്നുള്ള തെളിവും നമ്മൾ മനസ്സിലാക്കി. അതേ ആ മത്തായി സുവിശേഷം തന്നെയാണ് 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, സ്വകാര്യ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ശുശ്രൂഷ ആദ്യം ചെയ്യേണ്ടത് പത്രോസാണ്. അവനാണ് ദൈവസഭയുടെ സ്ഥാപനത്തെങ്കിൽ അത് ഉപയോഗിച്ചത്. അന്ന് 3000 പേർ രക്ഷിക്കപ്പെടുവാൻ തന്നു. അപ്പോൾ സുവിശേഷം ആണ് കർത്താവ് അവൻ്റെ കയ്യിൽ കൊടുത്തത്, അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നല്ല, ഇത് അവനിൽ മാത്രമല്ല എന്നുള്ളതും മത്തായി സുവിശേഷം 18-ാം വാക്യത്തിൽ വളരെ വ്യക്തമാണ്. ഇതുവരെയും ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പത്രോസിനെ ആണ് താക്കോലിരിക്കുന്നതെന്നോ പത്രോസ് കൈമാറിയ താക്കോൽ മറ്റൊരാൾക്ക് കൊടുത്തെന്നോ ചിന്താഗതിയാണെങ്കിൽ, അങ്ങനെ ഒരു പിന്തുടർച്ചാവകാശം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു താക്കോൽ കൈമാറുന്ന പരിപാടിയില്ല. അധികാരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷം ഏൽപ്പിച്ചതാണ്. സുവിശേഷം പാപികളെ രക്ഷിക്കുന്ന സുവിശേഷം ഫലമേൽപ്പിച്ചിരിക്കുന്ന പത്രോസായിരുന്നു. അവൻ ഒരുമിച്ചാണ് അവർ നിന്നത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നല്ല സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സ്വർഗവും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ സുവിശേഷം മനുഷ്യേൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ആ കഥ പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വളരെ ശ്രദ്ധിക്കണം, ഇത് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. മരണം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നിത്യതയിൽ കാണപ്പെടാനുള്ള സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിങ്ങളെ തരിക. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം ജീവനോട് ഇരിക്കുന്നതോട് പറയാനുള്ള ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മരിച്ചുപോയ പാതാളത്തിലുള്ളവരുടെ കൂടെയോ അല്ലെങ്കിൽ മരണത്തൊലിക്കുന്ന ആരെയും അവിടുന്ന് മോചിപ്പിക്കുവാനോ രക്ഷിക്കുവാനുള്ള അധികാരമൊന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന അധികാരം, അത് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന സുവിശേഷം ജീവനോടിരിക്കുന്നതോട് പറയാനുള്ള ആണ് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം. അതല്ലാതെ പാതാളത്തിൽ പോയിരിക്കുന്നവരെ അവിടുന്ന് കരയേറ്റാനൊന്നും നമുക്ക് ദൗത്യം തന്നിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ താക്കോൽ എൻ്റെ കൈവശമായിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെയും പാതാളത്തിൽ പറഞ്ഞു വിടാനും പറ്റത്തില്ല, നരകത്തിൽ പറഞ്ഞു വിടാനും പറ്റത്തില്ല. പാതാളത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും അവിടുന്ന് കൊണ്ടുവരാനോ നരകത്തിരിക്കുന്നവരെ കൊണ്ടുവരാനുള്ള അധികാരം ഞാൻ മനുഷ്യർക്ക് തന്നിട്ടില്ല. അധികാരം ദൈവത്തിൻ്റെ. അതുകൊണ്ട് കർത്താവാണ് സുവിശേഷം എന്നുള്ളത്, അത് ദൈവത്തോട് അടുപ്പിക്കാനുള്ള സുവിശേഷമാണ് തന്നിരിക്കുന്നത്.
അതുകൊണ്ടാണ് കൊരിന്ത്യരായിട്ട് പറയുന്നത് സാത്താൻ്റെ ആഴങ്ങളെ അറിയാത്തതെന്ന് പറയുന്നത്. നമ്മൾ ദിവസങ്ങളിൽ സാത്താൻ്റെ ആഴങ്ങൾ, നരകത്തെക്കുറിച്ചോ പാതാളത്തെക്കുറിച്ചോ അല്ല പഠിക്കേണ്ടത്, നിത്യനരകാജ്ഞയെക്കുറിച്ചൊക്കെ അല്ല പഠിക്കേണ്ടത്. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ദൈവം, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്. നമുക്കറിയാം എന്താണ് നിത്യനരകമെന്നോ എന്താണ് പാതാളമെന്നും അതിൻ്റെ നമുക്ക് ഔട്ട്ലൈൻ അറിയാം, അത് മതി. അല്ലെ പാതാളത്തിൽ എത്ര പേരുണ്ടെന്നോ അവരെന്ത് ചെയ്യുന്നോ, അവർ പല്ല് കടിക്കുകയാണോ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളതേക്കുറിച്ച് കൂടുതൽ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഗ്രഹിക്കേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടത്. എന്നാൽ പലരും ദിവസത്തിൽ തല പോയിക്കുന്നത് ഇത്തരം മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് അതുകൊണ്ട് അവർ സാത്താൻ്റെ ആഴങ്ങളെ അറിയേണ്ട ആവശ്യമില്ല. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും പാതാളത്തിൻ്റെ അധികാരം ദൈവസഭയ്ക്ക് ദൈവം ഏൽപ്പിച്ചിട്ടില്ല, സുവിശേഷത്തിനാണ് തന്നിരിക്കുന്നത്. അതൊന്നുകൂടി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അത് 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ 7 വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ ഉണ്ട്. അപ്പോൾ ഈ ദാവീദിൻ്റെ താക്കോലുള്ളവനായിട്ടുള്ള അഥവാ ദാവീദിനോട് പറഞ്ഞിരിക്കുന്ന സുവിശേഷം ഇപ്പം കർത്താവ് പറഞ്ഞു, എൻ്റെ കൈവശമാണ് ഇത് 3 താക്കോലുമുള്ളത്. അത് ദാവീദിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ 3 താക്കോലുള്ളതിൽ ദാവീദിൻ്റെ താക്കോൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാകുന്ന സുവിശേഷം. അപ്പോൾ ദാവീദിൽ അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന ദാവീദിലൂടെ ദൈവമായ കർത്താവ് സുവിശേഷം ക്രിസ്തു വന്നപ്പോൾ ദാവീദിൻ്റെ താക്കോലുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സുവിശേഷത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്, അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവസഭയെ തന്നിരിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ താക്കോൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സുവിശേഷമാകുന്നു. കാരണം സുവിശേഷം അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് പറയുന്ന സുവിശേഷമാണ്. അപ്പോൾ 3 താക്കോലുകൾ ദൈവയുടെ കർത്താവ് പറഞ്ഞതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ, എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം മുഖാന്തരമായി ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ച് അവരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അധികാരവും പദവിയുമാണ് സുവിശേഷം മുഖാന്തരമായി ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. അത് ജീവനോടിരിക്കുന്നവരുടെ മേൽ ബന്ധത്തിൽ ചെയ്യാനുള്ളതാണ്. നമുക്കൊരിക്കലും അതുകൊണ്ടാണ് മരിച്ചുപോയവരോടുള്ള ബന്ധത്തിൽ ഒരു ശുശ്രൂഷയും ഇല്ലാത്തത്. മനസ്സിലായി വിചാരിക്കുന്നു. കർത്താവ് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അധികാരം എനിക്കാണ്. ആരെ പാതാളത്തിൽ വിടണമെന്നോ നരകത്തിൽ വിടണമെന്നുള്ളത് ഇവിടെ നമ്മളല്ല ചിന്തിക്കുന്നത്, നമുക്കല്ല അതിൻ്റെ അധികാരം. എന്നാൽ സുവിശേഷം അറിയിച്ച് ദൈവരാജ്യത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ അത് പരമേൽപ്പിച്ചിരിക്കുന്നു. അത് ജീവനോടിരിക്കുന്നവരോട് മാത്രമേ സുവിശേഷം അറിയിപ്പാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് സുവിശേഷത്തിൻ്റെ അധികാരം, മനുഷ്യനുള്ള ബന്ധത്തിൽ അവനെ ദൈവമായിട്ട് ബന്ധിപ്പിക്കാനുള്ള സുവിശേഷത്തിൻ്റെ അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ദാവീദിൻ്റെ താക്കോൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ സഭകളുടെ തോതിൽ ദാവീദിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇത് മനസ്സിലായി വിചാരിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അഥവാ സുവിശേഷത്തിൻ്റെ താക്കോലാണ് ദാവീദിൻ്റെ താക്കോൽ. അതുകൊണ്ടാണ് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെടുകയോ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ചാണ് എൻ്റെ സുവിശേഷം പറയുന്നത്. സുവിശേഷം മുഖാന്തരമായി പാതാളത്തിൽ പോയവരെയോ നരകത്തിലുള്ളവരെയോ വിടുവിക്കാനോ അവരെ അവിടുന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങോട്ട് അവരെ നമുക്ക് ആർക്കെങ്കിലും അയക്കാനോ ഉള്ള അധികാരം ദൈവസഭയ്ക്കില്ല. അതിനുള്ള അധികാരം അത് ദൈവത്തിൻ്റെ കരങ്ങളാണ് ഉള്ളത്. ഇനിയും ഒരു സംഭവം കൂടി ഞാൻ വേണമെങ്കിൽ തെളിവനായിട്ട് അത് വേണമെങ്കിൽ പറയാം. പഴയ നിയമത്തിൽ ഒരു സംഭവം സംഭവിച്ചു. കോരക് അവർ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ഒരു അപൂർവ കാര്യമായിട്ട് ദൈവം പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്നത്. മോശയോട് പറഞ്ഞില്ല, ചെയ്യാൻ പറഞ്ഞില്ല. മോശയോട് പറഞ്ഞു. സാധാരണ മോശയെ കൊണ്ടാണ് ജയിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലെ 20 വാക്യങ്ങൾ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എൻ്റെ സ്വന്തം പറയാൻ വേണ്ടിയാണ്. ഇവിടെ പറയുകയാണ്, യഹോവ മോശയോട് അവരോടും ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിൽ സമീകരിക്കുന്നവർ കേൾപ്പിച്ചു. അപ്പോൾ അവർ കവിണ് വീണു, സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട് കോരക്, ദാതാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിൽ നിന്ന് മാറിക്കൊള്ളുവീൻ എന്ന് സഭയോട് പറയാൻ കൽപ്പിച്ചു.
ഇവിടെ എല്ലാവരും സംഭരിക്കുന്നു പറഞ്ഞപ്പോൾ ഇവർ വീണ് കിടന്നു. സകല ജനത്തിൻ്റെ ആത്മാക്കളുടെയനാകുന്ന ദൈവമേ, ഇതാണ് ഇടിവ് നിൽക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് ചോദിച്ചു. ഇതിനെയാണ് ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്. മക്കൾക്ക് വേണ്ടി ഇടിവ് നിൽക്കണം, സഭയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കണം, നശിച്ചുപോകുന്ന ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കണം. ദൈവത്തോട് കർത്താവേ കരുണ തോന്നണമേ. ദിവസങ്ങളിൽ കരുണ തോന്നുവാൻ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. മോശയും അവരോട് അത് ചെയ്തു. അപ്പം അത് ഇടിവിൽ നിന്നപ്പോൾ പറഞ്ഞു, മാറിക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ശേഷമായി മോശ എഴുന്നേറ്റ് ദാദാൻ്റെ അബീരാൻ്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരുടെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാൽ നിങ്ങൾ സമ്മതിക്കാതെ അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുകയും അവർക്കുള്ള യാതൊന്മേൽ തുടരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാദാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്നും മാറിപ്പോയി. എന്നാൽ ദാദാനും അബീരാമും പുറത്തു വന്നു. അവൻ അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യുന്ന യഹോവ എന്നെ അയച്ചു, ഞാൻ സ്വമേധയായൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്ന പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കും. ഈ ഭൂമി വായു പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചുവെന്ന് നിങ്ങൾ അറിയും. അവൻ ഈ വാക്കുകളെ എല്ലാം പറഞ്ഞു കേൾക്കുന്നപ്പോൾ അവിടെ കീഴെ ഭൂമി പിളർന്നു. ദൈവം പറഞ്ഞു, ഞാൻ ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇവർ സാധാരണ മനുഷ്യർ മരിക്കുന്നത് മരിക്കത്തില്ല. ഈ 3 പേരുടെ കഥ പറഞ്ഞിട്ട് പറഞ്ഞു അവരെ അവർക്കുള്ളത്. അതിൻ്റെ കോരകപുത്രന്മാർ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഇത് പറയുമ്പോൾ അതെല്ലാം പറഞ്ഞു പോകണല്ലോ. അതുകൊണ്ടാണ് ഞാനൊന്ന് ഹിൻഡ് ചെയ്യുന്നത്. ഒരു ദാദാൻ, അബീരാമും 4 പേരുണ്ടെങ്കിലും അവരുടെ സന്തതികൾ ഇറങ്ങി വന്നതിൽ ദാദാനും അബീരാമും പുറത്തു വന്നു. അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും വന്നു, ദാദാൻ, അബീരാമും. പക്ഷെ കോരകപുത്രന്മാർ കോരകിന് കൂടെ നിന്നില്ല. അവരാണ് പിന്നീട് സംഘത്തിനൊക്കെ ജയിച്ചത്. അപ്പോൾ അവരെ എല്ലാവരെയും കിട്ടിയില്ല. കോരകിൻ്റെ കൂട്ടത്തിൽ കോരകിൻ്റെ മത്സരത്തിൽ അവർ പങ്കെടുത്തില്ല. അവർ മാറി നിന്നു. എന്നാൽ ദാദാൻ്റെ അബീരാമിൻ്റെ കൂടാരത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നു. അവരുണ്ട്. പക്ഷെ കോരകും ഇവരും ഈ പറയുന്ന ആരെല്ലാം മത്സരികളായി നിന്നു മാറി നിൽക്കാവുന്നു അവരെ ജീവനോടെ പാതാളത്തിലേക്ക് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, പാതാളത്തിൽ വിടണമെന്നോ അപൂർവ ദൈവം പറഞ്ഞവരെ സംഹരിക്കാം. വേണമെങ്കിൽ നമുക്കറിയാം, മോശയ്ക്ക് കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അധികാരമുണ്ട്. അല്ലാതെ ജീവനോടെ ഒരാളെ പാതാളത്തിൽ വിടാനോ അവനെ വിടാനുള്ള അധികാരം ഇല്ല. പഴയ നിയമത്തിലായിരുന്നു, പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നത് ഈ അധികാരം എൻ്റെ കൈവശമാണുള്ളത്. നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അവിടെ ആരെ വിടണം എന്നുള്ളത് ഞാൻ അതിൽ. അപ്പം കർത്താവ് തന്നെ അവിടെ പോയി മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവരെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് കയറുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള അധികാരം കർത്താവിനുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഇത് പറഞ്ഞിരിക്കേണ്ട അർത്ഥം ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ഈ സന്ദേശം ഇവിടെ ഞാൻ അതിനെ വിരാമമിടാം. അപ്പോൾ മരണത്തിൻ്റെ അഥവാ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ കഥ പറഞ്ഞിരിക്കുന്നത്, ഈ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും അവിടെ ആരെ വിടണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളാരുമല്ല, മനുഷ്യരുമല്ല. ദൈവം തന്നിരിക്കുന്നത് സുവിശേഷമാകുന്ന ദാവീദിൻ്റെ താക്കോലാണ് അവൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. കഥാ പറഞ്ഞതാണ് എൻ്റെ കൈവശമുള്ളത്. അത് ദൈവം കൈമാറിയിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്, ദൈവസഭയ്ക്ക് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും നമുക്ക് തന്നിരിക്കുന്ന അധികാരവും ദൈവം തന്നിരിക്കുന്ന അധികാരം അതിൻ്റെ ചെയ്യാനുള്ളതായ അധികാരം തന്നിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ബന്ധത്തിലാണ്, ഒരിക്കലും പാതാളത്തിലേക്കും മരണത്തിലേക്കുമുള്ള ബന്ധത്തിലല്ല. അതുകൊണ്ടാണ് ജീവനോടിരിക്കുന്നതോട് മാത്രം ഉള്ള ബന്ധത്തിലെ സുവിശേഷം അറിയിപ്പാൻ ദൈവം തന്നെ നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന സുവിശേഷം അത് വിടുതലിൻ്റെ സന്ദേശമാണ്, വിടുതലിൻ്റെ സുവിശേഷമാണ്. അത് മുഖാന്തരമായിട്ട് ജീവിതങ്ങളെ ദൈവവിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തിലേക്കും ദൈവസഭയിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ മരിച്ചവരോടുള്ള ബന്ധത്തിലുള്ള, അവിടുന്ന് നരകത്തിലുള്ളവരെ പാതാളത്തിലുള്ളവരെ ആരെയും അവിടുന്ന് മോചിപ്പിക്കുവാനോ അവിടേക്ക് ആരെയും പറഞ്ഞു വിടുവാനോ ഉള്ള അധികാരവും അവകാശവും ആർക്കുമില്ല. ദൈവത്തിൻ്റെ കൈവശമാണുള്ളത്. ഈ ലോകത്തിൽ നിന്ന് ആരെ നരകത്തിൽ വിടണം, ആരെ പാതാളത്തിൽ വിടണം എന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. എന്നാൽ മനുഷ്യരായിരിക്കുന്ന ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത്
ഈ സുവിശേഷം അറിയിച്ചുകൊണ്ട് അനേകരെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവന്ന് നിത്യജീവനിലേക്ക് നടത്തുവാനുള്ള അധികാരം ശുശ്രൂഷ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു. അത് കർത്താവ് നീ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ ശക്തികൾ സാത്താനെ ബന്ധിക്കാനുള്ള അധികാരം നമുക്ക്, സാത്താൻ ശക്തിയെ ബന്ധിക്കാൻ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ള അധികാരം തന്നിട്ടുണ്ട്. ദേശത്ത് മേൽ വ്യാപരിക്കുന്ന അന്ധകാരശക്തികളെ കെട്ടുവാൻ ഉള്ള അധികാരം നമുക്കുണ്ട്. അതാണ് അവനെ ബന്ധിക്കാം. അഴിക്കുക എന്നതിൻ്റെ അർത്ഥം സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ജീവിതങ്ങളെ വചനത്താൽ അഴിച്ചെടുക്കുന്ന പ്രവൃത്തിയാണ് സുവിശേഷം മുഖാൻ തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് രീതി നമുക്ക് ചെയ്യാൻ പറ്റും. ബന്ധിക്കാനും പറ്റും, അഴിക്കാനും പറ്റും. ആരെ ബന്ധിക്കുന്നത്? മനുഷ്യനെയല്ല ബന്ധിക്കുന്നത്. ഒരിക്കലും മനുഷ്യനെയല്ല സുവിശേഷം കൊണ്ട് ബന്ധിക്കുന്നത്. സുവിശേഷം കൊണ്ട് ബന്ധിക്കുന്നത് പൈശാചിക ശക്തികളെ ബന്ധിക്കും. നാം അഴിക്കുന്നത് മനുഷ്യനെ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെയാണ് ദൈവമായ കർത്താവ് അഴിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരിക്കലും സാത്താനെ അഴിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അർത്ഥം മനുഷ്യനെ അഴിക്കണം, അതല്ലാതെ പാതാള ശക്തികളുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ നമുക്ക് തന്നിട്ടില്ല. അവനെ ബന്ധിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്. മനുഷ്യനെ അഴിക്കുകയും നമുക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ തന്നിട്ടുണ്ട്. സുവിശേഷം എന്നുള്ളത് ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് നാം ചെയ്യുന്നത് സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ, പാപത്തിന് ബന്ധത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ ആ ബന്ധനത്തിൽ നിന്ന് അഴിക്കാൻ വേണ്ടി സുവിശേഷം വാതുറന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രാക്റ്റിലൂടെയോ ഏതെങ്കിലും മുഖാന്തരത്തോടെ സുവിശേഷം അറിയിക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, യേശു ക്രിസ്തു മുഖാന്തരം സാത്താനിക അടിമത്തത്തിൽ ബന്ധനത്തിലായിരിക്കുന്ന ചിന്തകളിലായിരിക്കുന്ന ജീവിതങ്ങളെ വെളിയിൽ കൊണ്ടുവരാനുള്ള അത് ദൈവം നമുക്ക് തരുന്നു. ആ സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾ അഴിക്കുമ്പോൾ സ്വർഗത്തിൽ അത് അഴിഞ്ഞിരിക്കും, ബന്ധനം അഴിഞ്ഞിരിക്കും. അതുപോലെ ദേശത്തിന്മേൽ കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളെ, അല്ലെങ്കിൽ അതിന് പിമ്പിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ ബന്ധിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ഭൂമിയിൽ ബന്ധിക്കുമ്പോൾ കർത്താവായ സ്വർഗത്തിൽ അത് ബന്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇന്ന് രാത്രിയിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കഥാനുബന്ധത്തിന് ശേഷം ശിഷ്യന്മാരോട് ഒന്നുകൂടി യേശു ആവർത്തിച്ച് പറഞ്ഞതാണ് ഭൂമിയിലെ സകല അധികാരവും ലഭിച്ചിരിക്കുന്നുള്ളത്. യേശുവിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ പുറപ്പെട്ട് സുവിശേഷ ലോകമൊക്കെയും പ്രസംഗിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നാണ് അവൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയോട് മറിഞ്ഞിരിക്കുന്ന രഹസ്യം. ഇതിൽ നിന്ന് ദൈവസയുടെ സുവിശേഷം ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, അതൊരിക്കലും മരിച്ചവർക്ക് വേണ്ടി ഉള്ളതല്ല എന്നുള്ളത് അടിവരയിട്ട് എന്നത് മനസ്സിലാക്കി ഈ താക്കോലിനുള്ള ബന്ധത്തിൽ അത് മനസ്സിലായി വിചാരിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നത് ഈ ജീവനോടിരിക്കുന്നവരിൽ മരിച്ച എന്ന് പറഞ്ഞാൽ ജീവനോടെ ആത്മമരണത്തിലാകപ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ മരിച്ച് പാതാളത്തിലോ നരകത്തിലോ പോയ ആൾക്കാരെ ആരെയും അവിടുന്ന് ഒരു വിധത്തിലും മനുഷ്യൻ്റെ ഒരു കാര്യം കൊണ്ടും, പ്രാർത്ഥന കൊണ്ടോ ഒരു കാര്യം കൊണ്ടും വചന ശുശ്രൂഷ കൊണ്ടോ അവരെ അവിടുന്ന് മോചിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അതിൻ്റെ താക്കോൽ എൻ്റെ കൈവശം കൊണ്ടത്. നിങ്ങളെ തന്നിരിക്കുന്നത് ജീവനുള്ളവരോട് സുവിശേഷം പറഞ്ഞ് പാപത്തിൽ മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ആത്മമരണം സംഭവിച്ചിരിക്കുന്ന ജീവിതങ്ങളെ അഴിച്ചെടുക്കാനുള്ള ശുശ്രൂഷയാണ് ദൈവം തന്നിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് കർത്താവ് പറഞ്ഞത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്, നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ദാവീദിൻ്റെ താക്കോലാണ്. അതാണ് 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാറുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ താക്കോലുള്ളവൻ ഇവിടെ കർത്താവിടെ ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല. ദാവീദിൻ്റെ താക്കോൽ സുവിശേഷമാണത് സഭയ്ക്ക് കൈമാറി. അതാണ് പത്രോസിലൂടെ 11 പേർ അന്ന് നിന്ന് അവർ സംസാരിച്ചപ്പോൾ പാരമ്പര്യ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടന്ന 3000 പേരെ അഴിച്ചെടുത്ത് ദൈവസ്വരങ്ങളാക്കി തീർക്കുവാൻ ഇടയാത്തതെന്നുള്ളത് സഭയുള്ള ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ മരണത്തിൻ്റെയും പാതാളം താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. എൻ്റെ 19-ാം വാക്യം നമ്മൾ അന്ന് വായിച്ചിരുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുന്നതും എൻ്റെ വലകയിൽ കണ്ട 7 നക്ഷത്രത്തെ മർമ്മവും 7 പൊന്നളവിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നുവെന്ന് കൽപ്പിച്ചു. ഇതിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇപ്പം നീ കണ്ടതും, ഇപ്പം യോഹന്നാൻ കണ്ടു, നീ കണ്ടതും, അതിൻ്റെ ഒരു തിരഞ്ഞ നോട്ടമുണ്ട്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയം കൂടി ഇവിടുന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. യേശുക്രിസ്തു ഒരിക്കലും മരണത്തിൻ്റെ നായകൻ കൂടി അല്ല.
ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ മരണാനന്തര വീടുകളിലൊക്കെ ശുശ്രൂഷകളുള്ള ബന്ധത്തിൽ ചെല്ലുമ്പോൾ മരണത്തിൻ്റെ നായകൻ എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. എനിക്ക് അന്നേരം വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. യേശു ക്രിസ്തു ഒരിക്കലും മരണത്തിൻ്റെ നായകനല്ല. യേശു ഒരിക്കലും മരണത്തിൻ്റെ നാഥനല്ല. അവനെ ചിലർ പഠിപ്പിക്കുന്നത് മരണത്തിൻ്റെ ജീവൻ്റെ നാഥനെന്നാണ്. അത് വളരെ തെറ്റായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് ഇത് പറഞ്ഞു പോയിട്ട് ഞാൻ മറ്റു ഭാഗത്തേക്ക് ഇതുകൂടെ ഒന്ന് ഇതിനോടനുബന്ധമായി പറഞ്ഞു പോകുന്നത് ആവശ്യമാണ്. അപ്പോൾ മരണത്തിൻ്റെ ജീവൻ്റെയും നാഥനല്ല യേശു. യേശു ജീവൻ്റെ നായകനാണ്. അവൻ ഒരിക്കലും മരണത്തിൻ്റെ നായകനല്ല എന്നുള്ളതും സുവിശേഷം അറിയിക്കുന്ന നമുക്കറിയാം. എന്നാൽ സത്യസന്ധമായിരിക്കുന്ന സുവിശേഷം അറിയാത്തവർക്കാണ് ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്, സംശയങ്ങളൊക്കെ ഉള്ളത്. അവർ പാതാളത്തിലുള്ളവരെ രക്ഷിക്കാൻ പോകുന്നു, നരകത്തിലുള്ളവരെ രക്ഷിക്കാൻ പോകുന്നു, മരിച്ചവരെ രക്ഷിക്കാനുള്ള പരിപാടി ചെയ്യുന്നു. അത് മാത്രമല്ല, യേശു മരണത്തിൻ്റെയും ജീവൻ്റെ നാഥനാണെന്ന് പാടുകയും ചെയ്യുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് അത് വ്യക്തമായി പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് ഇന്നെൻ്റെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം കൂടി എടുത്ത് ചിന്തിച്ചിട്ട് എൻ്റെ 19ാമത്തെ വാക്യത്തിലേക്ക് പോകാം എന്ന് കരുതുന്നത്. അപ്പോൾ യേശു ഒരിക്കലും മരണത്തിൻ്റെയും ജീവൻ്റെ നാഥനല്ല. യേശു ജീവൻ്റെ നായകനാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നു കളഞ്ഞു. യേശു ജീവനായകനാണ്. അപ്പോൾ യേശു ജീവനായകനാണ്, അവൻ നായകനാണ്. അപ്പോൾ നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്. ഒരുത്തനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. പിതാവെന്ന് പേരെടുക്കണം പറഞ്ഞു, നായകൻ എന്ന് പേരെടുക്കണം പറഞ്ഞു. എൻ്റെ അർത്ഥം, ആത്മീയത്തിൽ നമുക്ക് ഒരു പിതാവേ ഉള്ളൂ. ആത്മീയത്തിൽ നമുക്കൊരു നായകനേ ഉള്ളത് ക്രിസ്തുവാണ്. അപ്പോൾ ആത്മീയത്തിൽ നമുക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗീയ പിതാവാണ്. ആത്മീയത്തിൽ നമുക്കൊരു ടീച്ചറേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഗുരു. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. നിങ്ങൾ പിതാവെന്ന് പറയരുത്, നായകനാകരുത്, ടീച്ചർ, ഗുരു എന്നെടുക്കരുത്. അപ്പോൾ ഇത് 3 പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. എന്നാൽ നമുക്ക് ഭൗതിക വിഷയങ്ങളുടെ ബന്ധത്തിൽ പിതാവുണ്ട്, നമുക്ക് നായകന്മാരുണ്ട്, നമുക്ക് ടീച്ചർമാരൊക്കെ ഉണ്ട്. അത് നമ്മുടെ ആത്മീയ വിഷയത്തോട് ബന്ധമല്ല. എന്നാൽ ആത്മാവിൽ പിതാവെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലോ നിങ്ങളെ വിശ്വാസം ജനിപ്പിച്ചവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനിപ്പിച്ചവരോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നായകനായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ, പിതാവാൻ ദൈവം മാത്രമേ ഉള്ളൂ, ഗുരുവായിട്ട് പരിശുദ്ധാത്മാവാണുള്ളത്, ഉപദേശിക്കുന്നത്. അപ്പോൾ പിതാവ് പുത്രപരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിലാണ് കർത്താവ് അന്ന് അവരോട് പറഞ്ഞത്, നിങ്ങളാരും പിതാവെന്ന് പേരെടുക്കരുത്, നായകന്മാരെന്ന് പേരെടുക്കരുത്, ഗുരു ഏകനേ ഉള്ളൂ, അത് ഞാൻ തന്നെയെന്ന് ദൈവം തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായിട്ടുള്ളവനും നായകനായിട്ടുള്ളതും പിതാവായിട്ടുള്ളതും പിതാവാൻ ദൈവവും പുത്രനാണ് ക്രിസ്തുവും പരിശുദ്ധാത്മാവുമാകുന്നു. ഇതാണ് ക്രിസ്തു നായകനാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ യഥാർത്ഥ ഗുരു, ടീച്ചർ, ഉപദേഷ്ടാവ്. അവനാണ് കർത്താവ്, ഞാൻ പോയ ശേഷം നിങ്ങൾക്ക് ഉപദേഷ്ടാവിനെ അയച്ചു തരുമെന്ന് പറഞ്ഞു. അവൻ ഉപദേഷ്ടാവനാണ്, പഠിപ്പിക്കുന്നവൻ. പിതാവാൻ ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്, പിതാവായിരിക്കുന്ന സകലം ജനിപ്പിക്കുന്നവൻ അവനാണ്. അതുകൊണ്ടാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ബന്ധത്തിൽ അത് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നായകൻ ഒരുവനെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന ആത്മീയബന്ധമുള്ള ജീവിതത്തിലാണ്, അതല്ലാതെ ഭൗതികത്തിലുള്ള ബന്ധമല്ല. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ജീവനായകനിൽ നിന്നും മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കണമോ, ജീവൻ ജനിക്കണമെങ്കിൽ ഇവിടെയുള്ള ഒരു പിതാക്കന്മാർക്കും ജനിപ്പിക്കാൻ കഴിയത്തില്ല. അതിലേക്ക് നടത്താൻ കഴിയും, സുവിശേഷ മുഖാന്തരം നടത്താൻ കഴിയും. എന്നാൽ വീണ്ടും ജന്മം പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിക്ക് മാത്രമേ നമ്മളെ ജീവിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നിത്യജീവനുള്ള ബന്ധത്തിൽ പിതാവാൻ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം ഇടപെടാതെ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയത്തില്ല. അത് മനുഷ്യർക്ക് ആർക്കും തന്നെ നൽകാൻ കഴിയത്തില്ല. എന്നാൽ നമ്മളിതിൻ്റെ മുഖാന്തരങ്ങളാക്കി ദൈവം സുവിശേഷം അറിയിക്കുമ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവിനാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് ആരുടെയും മനുഷ്യരുടെ കഴിവ് കൊണ്ടല്ല എന്നുള്ളതും നിരാധ നാം ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ
നമുക്ക് നിത്യജീവനിലേക്ക് നയിക്കാനുള്ളതാണ്. എന്നാൽ സാത്താൻ്റെ പരിപാടി അവനെ കൊല്ലുവാൻ കഴിയും, ഒരിക്കലും ജീവൻ പകരുവാൻ കഴിയത്തില്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും നായകനോ നാഥനോ അല്ല ജീവനായി. ഇപ്പം യേശു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അതിൻ്റെ നായകനോ നാഥനോ ആയിരിക്കുന്നു എന്നല്ല. അല്ല, അതിൻ്റെ അർത്ഥമല്ല. അങ്ങനെ ചിന്താഗതി വരാൻ പാടില്ല. അതങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഈ മരണത്തിൻ്റെ ജീവൻ്റെയും നാഥനെന്നവർ തെറ്റായിട്ടുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചത്, അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ മരണത്തിൻ്റെയും പാതാള താക്കോലുണ്ടല്ലോ. അപ്പോൾ യേശു മരണത്തിൻ്റെയും പാതാളത്തിന് അധികാരിയാണ്, അതുപോലെ തന്നെ ജീവൻ്റെ അധികാരിയാണ്. അങ്ങനെയാണ് അവർ അത് ചിന്തിച്ചങ്ങനെ. എന്നാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവെന്നാണ് പറഞ്ഞത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ. അവിടെയൊന്നും പാതാളത്തിനും നരകത്തിനും നാഥനായെന്ന് പറഞ്ഞിട്ടില്ല. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ ആയ വെളിപ്പെട്ടത്. ഉൽപ്പത്തി 14 19 21 വാക്യങ്ങൾ. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അബ്രഹാമിനോട് മൽക്കിസദേക്ക് പറയുക, നീ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ. അപ്പം നമ്മുടെ കർത്താവ് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവനാണ്. അവൻ ജീവനായകനാണ്. അവൻ ഒരിക്കലും പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും നാഥനോ അവൻ മരണത്തിൻ്റെ നായകനോ അല്ല എന്നുള്ളത് ഈ രാത്രിയിൽ വളരെ വ്യക്തമായി ഗ്രഹിക്കണമേ എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. കാരണം ആർക്കെങ്കിലും ഈ യേശുവിൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വ്യാഖ്യാനം, അത് ദുർവ്യാഖ്യാനം വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇത് മുഖാന്തരമായി മനസ്സിലാകണം. യേശു ക്രിസ്തു അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. അതുപോലെ തന്നെ അവൻ ജീവന്റെ നായകനാണ്. ഒരിക്കലും മരണത്തിൻ്റെ നായകൻ അവനെ നായകത്വം ഏറ്റെടുത്തിട്ടില്ല. മരണത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചാണ്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിലായിരുന്നവരെയൊക്കെ എന്ത് ചെയ്തും വിടിവിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരിക്കലും കർത്താവ് അവനെ നീക്കിയിട്ട് അധികാരം ഏറ്റെടുക്കുകയല്ല ചെയ്തത്. മരണത്തിന് അധികാരി പിശാചായിരുന്നു. അവൻ്റെ അധികാരത്തെ ദൈവം ഇല്ലാതാക്കിയാണ് ചെയ്തത്. ഇതിനെ കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ അപ്പോസ്തലർ 3:24 വാക്യത്തിൽ പറയുന്നത്, ആകാശവും ഭൂമിയും സമുദ്രവും അവരുടെ സകലം ഉണ്ടാക്കിയ നാഥനെയാണ് പറയുന്നത്. അപ്പോൾ അതുവരെ സമുദ്രം പറഞ്ഞിട്ടില്ല. എന്നാൽ അപ്പോസ്തലർ 4:24 വാക്യത്തിൽ പറഞ്ഞപ്പോഴത്തേന് പറയാണ്, ആകാശവും ഭൂമിയും സമുദ്രവും അവരുടെ സകലം ഉണ്ടാക്കിയ നാഥനെയാണ്. അപ്പോൾ ഇതെന്താണ് ഒരു വ്യത്യാസം എന്നൊക്കെ ഉള്ളത് നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ തക്കവണ്ണം പഠിക്കണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ, എന്തുകൊണ്ടാണ് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ ചില വാക്കുകളൊക്കെ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. മൽക്കിസദേക്ക് എന്ന് പറഞ്ഞത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലർ 4:24 വാക്യത്തിൽ സഭ ഒരുമിനപ്പെട്ട് പ്രാർത്ഥിച്ച് പറയുകയാണ്, ആകാശവും ഭൂമിയും സമുദ്രവും അവരുടെ സകലവും ഉണ്ടാക്കിയ നാഥനെ. അപ്പോൾ യേശുക്രിസ്തു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും നാഥനാണ്. എന്നാൽ പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും നാഥനല്ല. മരണാനന്തര നിരകളെക്കുറിച്ചുള്ള പഠനത്തിൽ ഇത് വളരെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഇതൊന്ന് തൊട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇവിടെ ആകാശവും ഭൂമിയും സമുദ്രവും നമ്മളത് തുടർന്ന് ചിന്തിക്കുന്നതായിരിക്കും. വെളിപ്പാട് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മരണാന്തരങ്ങളെക്കുറിച്ച് വിഭജിച്ചെടുക്കുന്ന വചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശവും ഭൂമിയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും നാഥനാണ് യേശു. അവൻ ഒരിക്കലും മരണത്തിൻ്റെയും അഥവാ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും നാഥൻ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണത്തിനധികാരി കർത്താവായ യേശു അല്ല, പിശാചാകുന്ന സാത്താനാണ്. അവനെ യേശു തൻ്റെ മരണത്താൽ നീക്കുകയാണ് ചെയ്തത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടിവിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ സാത്താന്യ അധികാരം ഇതുവരെ പൂർണ്ണമായി മാറിപ്പോയിട്ടില്ല. കർത്താവിനെ നീക്കുകയാണ് ചെയ്തത്. ഞാൻ വേഗത്തിൽ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കറിയാം,
ഒരു കുപ്രസിദ്ധനായ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും കുറ്റവാളിയുടെ നായകനാകുന്നില്ല. ആകുന്നുണ്ടോ? ഒരാളെ പിടിച്ച് കുപ്രസിദ്ധനായിരിക്കുന്ന ഒരുത്തിനെ പിടിച്ച് ആരെയാവട്ടെ, കള്ളനോ കൊള്ളക്കാരനോ ആരെയാവട്ടെ, അവനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ജയിലടച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ നായകനെന്നാണോ? അല്ല, അവനെ തടവിലാക്കിയെന്ന അർത്ഥം. അവൻ അധികാരിയായി. അധികാരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനെ തടവിലാക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞ പോലെ അവൻ്റെ പ്രവൃത്തികളെ കീഴ്പ്പെടുത്തിയെന്ന് വേണം ഗ്രഹിക്കാൻ. അവൻ്റെ പ്രവൃത്തികളെ കീഴ്പ്പെടുത്തി അവൻ ഇനി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവനെ സെല്ലിലടച്ചു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിലർ ഇതിനെ തലതിരിച്ചാണ് ചിന്തിക്കുന്നത്. അവിടെയാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നതും. യേശു മരണത്തെയും പാപത്തെയും കീഴ്പ്പെടുത്തിയാണ് ചെയ്തത്, അതല്ലാതെ അതിൻ്റെ നായകത്വം ഏറ്റെടുക്കുകയല്ല ചെയ്തത്. രാത്രിയിൽ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മനുഷ്യരോടുള്ള പ്രാർത്ഥനയോ അങ്ങനെയുള്ള യാതൊരു കാര്യമോ, നരകത്തിലും പാതാളത്തിലും പോയവരെ വിടിവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നിഷ്പ്രയോജനമാണ്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വർഗഭൂമി ഉള്ള ബന്ധത്തിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെ നാഥനാണ്. സ്വർഗത്തിൻ്റെയും ആകാശത്തിൻ്റെയും ഭൂമിയും സമുദ്രവും അവയുള്ള നാഥനാണ്. അവനൊരിക്കലും നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും നായകത്വം ഏറ്റെടുത്തിട്ടില്ല. അതിനെ കീഴ്പ്പെടുത്തി ആണ് ചെയ്തത്, അതല്ലാതെ അതിൻ്റെ നായകത്വം ഏറ്റെടുക്കുകയില്ല എന്നുള്ളതും രാത്രിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രാത്രിയിൽ സമയം തീർന്നതുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് ഒരിക്കലായിട്ട് യേശു ചെയ്തു. അതൊരിക്കലും ദൈവസഭയ്ക്ക് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതും രാത്രി നാം ചിന്തിപ്പാൻ ഇടയാത്തതെന്നല്ലോ. അപ്പോൾ സുവിശേഷം താക്കോൽ മുഖാന്തരം അനേകർ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അംഗീകരിക്കാത്ത സകലരെയും എന്നേക്കും ഗന്ധകത്തീപ്പുവിലേക്ക് തള്ളിക്കളയാനുള്ള ന്യായവിധിയുടെ അധികാരവും മഹത്വപൂർണ്ണമായിരിക്കുന്ന ക്രിസ്തുവേശുള്ളതാണെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. അപ്പോൾ എന്നാൽ നമുക്കും ഈ അധികാരം ലഭിക്കും എന്നാണെന്നറിയാമോ? ന്യായാസനങ്ങളെ വെച്ചുകൊണ്ട് സ്വർഗാസ്വർഗത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ദൈവകൃപയാൽ അവിടെ എത്തിച്ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ക്രിസ്തുവിനോടുകൂടി ഇരുന്ന് ന്യായവിധി ചെയ്യാനുള്ള അധികാരം നമുക്ക് ലഭിക്കും. എന്നാൽ നമുക്കത് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അവൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ ആദിഫലമായി സ്വർഗാസ്വർഗത്തിൽ ചെന്നപ്പോൾ ന്യായവിധി അധികാരം എല്ലാം പിതാവ് പുത്രന് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഭൂമിയിലാണ്. നമുക്ക് തന്നിരിക്കുന്ന അധികാരം ന്യായവിധിയുടെ ശുശ്രൂഷയല്ല തന്നിരിക്കുന്നത്, ന്യായവിധിയുടെ അധികാരമല്ല. നമുക്ക് തന്നിരിക്കുന്നത് നിത്യജീവൻ്റെ അഥവാ സുവിശേഷം താക്കോൽ ഉപയോഗിച്ച് അനേകരെ ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ശുശ്രൂഷ തന്നിരിക്കുന്നത്. എന്നാൽ നാമും ആദിജാതന്മാർ സഭയായി സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കും അതേ അധികാരം ലഭിക്കും എന്നുള്ളതും നാം മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല, നമുക്കത് ലഭിക്കും. അത് അവനോടുകൂടെ നാമും ഇരുന്ന് ലോകത്തെ ന്യായം വിധിക്കും. യിസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കേണ്ടവർ ഉണ്ട്. അതുപോലെ എൻ്റെ ദൂതന്മാരെ ന്യായം വിധിക്കാനുള്ള അധികാരവും ദൈവം നമുക്ക് തരും. ഇപ്പോൾ തന്നിട്ടില്ല. മനസ്സിലാക്കണമേ, ഇപ്പോൾ നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അധികാരം അത് ദൈവരാജ്യത്തിൻ്റെ ദാവീദിൻ്റെ താക്കോലാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ്. നമുക്ക് ന്യായവിധിയുടെ അധികാരം തന്നിട്ടില്ല. അത് കർത്താവിനാണ് കൊടുത്തിരിക്കുന്നത്, യേശു ക്രിസ്തുവിലാണ്. അവൻ ആധിപരമായി തീർന്നുകൊണ്ടാണ്. എന്നാൽ ന്യായവിധിയുടെ അധികാരം ദൈവമായ കർത്താവ് നമുക്ക് തരും. അത് തരുന്നത് 20-ാം അധ്യായം 4-ാം വാക്യത്തിലാണ്. വെളിപ്പെടുത്തി 20-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവരിയ്ക്കുന്നവർക്ക് ന്യായയുടെ അധികാരം കൊടുത്തു. അപ്പോൾ ഒരിക്കലും ലഭിക്കത്തില്ലെന്നല്ല, ലഭിക്കും. എന്നാൽ ഇപ്പോൾ ഈ മൂക്കിൽ ശ്വാസമുള്ള എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം സുവിശേഷം അറിയിക്കാനുള്ളതാണ്. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഈ വചനം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദൂതന്മാരെ വിധിക്കുന്നത്, ലോകത്തെ വിധിക്കുന്നത്, സായഗോത്രങ്ങളെ വിധിക്കുന്നത് എന്നൊക്കെ ചോദ്യം വരുമ്പോൾ അത് എപ്പോഴാണെന്നുള്ളത് മനസ്സിലായിരിക്കുന്നത്. ജഡത്തിൽ ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളും മണ്ണുകൊണ്ടുള്ള ശരീരത്തിലായിരിക്കുമ്പോൾ നമുക്കുള്ള അധികാരമില്ല. മണ്ണത്തെ ജയിച്ചെന്നിട്ട് ക്രിസ്തുവിന് മാത്രമാണ് അധികാരം ഇപ്പോൾ ഉള്ളത്. എന്നാൽ ന്യായവിധിയുടെ സമയത്ത് അവനോടുകൂടി ഇരിക്കുമ്പോൾ നമുക്കത് പ്രാപിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം പിതാവാൻ ദൈവം നമുക്ക് നൽകും. എന്നാൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അധികാരം അനേകരെ സമുദ്രമാകുന്ന നിത്യജീവനിലേക്ക്, മരണാന്തര നിലയിലേക്ക് പ്രവേശിപ്പാണ് നിത്യജീവനുള്ള അധികാരവും. ഭൂമിയിൽ നിന്ന് ജീവനോടിരിക്കുന്നവരിൽ നിന്ന് നിത്യജീവ യോഗ്യതയുള്ളവരെയും അതുപോലെ പരദീസയിലുള്ള 3 നിലകളിലേക്കും ആത്മാക്കളെ എത്തിക്കാനുള്ള ദൗത്യമാണ് ദൈവം തന്നിരിക്കുന്നത്.
നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷത്തിൻ്റെ താക്കോൽ മുഖാന്തരമായി നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അവൻ സമുദ്രത്തിൻ്റെ നായകത്വം പിതാവാം ദൈവം തൻ്റെ പുത്രന് കൊടുത്തിട്ടുണ്ട്. അവൻ സമുദ്രത്തിൻ്റെ നാഥനാണ്. പഴയ നിയമത്തിലില്ലായിരുന്നു. കാരണം പഴയ നിയമത്തിൽ സമുദ്രത്തിൽ മരണാന്തര ഇല്ലായിരുന്നു, നീതിമാന്മാരുടെ മരണാന്തര ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അതേക്കുറിച്ച് പറയാതിരുന്നത്. ആകാശത്തിൻ്റെയും ഭൂമിയുടെ നാഥെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതുണ്ടാക്കിയ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. സമുദ്രത്തിൽ മരണാന്തരയുണ്ട്, നിത്യജീവൻ പ്രാപിക്കുന്നവരാണ്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ചിലർക്ക് സംശയം ഉണ്ടായി കാണും. ആ സംശയങ്ങളെ പിന്നീട് നമ്മൾ തീർക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ ചില കാര്യങ്ങളെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥമുണ്ട്. അത് പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നുകൊണ്ടാണ് അത് ഉണ്ടായപ്പോൾ പുതിയ നിയമത്തിൽ അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമുദ്രത്തിലേക്കുള്ള മണ്ണാന്തരയിലേക്ക് അയക്കുവാൻ എന്ന് പറഞ്ഞാൽ നിത്യയോഗ്യരായിട്ടുള്ളവരെയും അതുപോലെ തന്നെ പഠിപ്പിച്ച് തേജസ്സിൻ്റെ 30, 60, 100 മേനിയിലേക്ക് കൊണ്ടുവരുവാൻ അഥവാ പർദേശിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള അധികാരമാണ് ദൈവമായ കർത്താവ് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 7 പൊന്നുകളുടെ ബന്ധത്തിൽ നക്ഷത്രങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവ ദിവസങ്ങളിൽ ദൂത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യജീവന യോഗ്യരായിട്ടുള്ളവരെ തേജസ്സിൻ്റെ അതിശ്രേഷ്ഠമായ നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അധികാരം തന്നിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെ നാഥനാണ്. അവയിൽ ഉള്ള സകലവും അവനെ സ്തുതിക്കുന്നുണ്ട്, ആരാധിക്കുന്നാൽ മരണവും പാതാളവും ദൈവത്തെ സ്തുതിക്കുന്നില്ല, മൗനതയിലാണ്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് അവൻ നമുക്ക് നിൽക്കുന്ന അധികാരം അതേ സുവിശേഷം അറിയിക്കുക, ജീവനിലേക്ക് നയിക്കുക. നമ്മുടെ കർത്താവ് ഒരിക്കലും മരണത്തിൻ്റെ നായകനല്ല, അവൻ ജീവൻ്റെ നായകനാണ്. അവനിലാണ് നാം വിശ്വസിക്കുന്നത്. രാത്രിയില്ല ജീവൻ നായകൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് അധികാരം നൽകും. നാം ജയാളികളായി കർത്താവിനോടുകൂടെ ന്യായാസനത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കും അവനോടുകൂടെ ന്യായവിധിക്കുള്ള അധികാരം നൽകുമെന്നാൽ ഭൂമി ജീവനോടിരിക്കുമ്പോൾ അതിനുള്ള അധികാരം ഇല്ല എന്നുള്ളതും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ തോതിന് വിരാമിടുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇത് കാര്യങ്ങൾ മനസ്സിലായെന്നുള്ളത്. ആർക്കെങ്കിലും ഇത് സംബന്ധമായിട്ടുള്ള തക്കയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് വാക്കിന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.